ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരി കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. എവരിബഡി ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. റെഡി അല്ലേ? മെഡിറ്റേഷൻ ചെയ്യാൻ റെഡി അല്ലേ? ചാറ്റിങ്ങിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എവരിബഡി ക്ലോസ് യുവർ ഐസ്. നമുക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള ഈ പ്രഭാതത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വെളിച്ചങ്ങള്, പോസിറ്റീവ് ലൈറ്റ്സ് ആൻഡ് ലവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളോട്ടെടുക്കുമ്പോഴും ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ലൈറ്റ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അതേപോലെ ലവ്, നിങ്ങളുടെ ചുറ്റിലുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ലവുകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാല് മുതൽ, നിങ്ങളുടെ കാലിന്റെ വിരലുകൾ മുതൽ തല വരെ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഉള്ളില് വെളിച്ചം, ലൈറ്റ്സ് ആൻഡ് ലവ് നിറയുകയാണ്. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ലവ് ആൻഡ് ലൈറ്റ് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. ഇനി കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിലേക്ക് ഒന്ന് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി, ആ കുട്ടിയിലേക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് ടൈം കൊടുക്കാം. എന്നിട്ട് ആ കുട്ടിയോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ടും എല്ലാവിധ സ്വപ്നങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ആ കുട്ടിയോട് സംസാരിക്കാവുന്നതാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് ആ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നിങ്ങളുടെ സക്സസ്സുകള്, നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്വപ്നങ്ങള്, നിങ്ങളുടെ ആഗ്രഹങ്ങള് എല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോ സ്വപ്നവും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള കുടുംബം, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചുറ്റുപാട്, നിങ്ങളുടെ വിജയങ്ങള്, വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നേടുന്ന വിജയങ്ങള്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ നേടുന്ന വിജയങ്ങള്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്തപ്പെടുന്ന വിജയങ്ങള് എല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. ആ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷന് അത് ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ ജീവിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾക്ക്
പൂർണ്ണമായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്താം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും ഒരു നന്ദി നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം, വാക്കുകൾ കൊണ്ട് പറയാം, അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊട്ട് അതിനെ ഇമാജിൻ ചെയ്യാം. സൃഷ്ടാവിനോടുള്ള ഒരു നന്ദി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറയട്ടെ. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പടപ്പുകളോടും നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകളോടും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളോടും നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി എന്നുള്ള ഒരു വികാരം ഇങ്ങനെ നിറഞ്ഞു കവിയട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. കുറച്ച് സമയം നിങ്ങൾക്ക് അതിലിങ്ങനെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് റിലാക്സ് ആയി എന്ന് തോന്നുന്ന സമയത്ത്, നിങ്ങൾ തൃപ്തകരമായി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് മെല്ലെ തിരിച്ചു വരാം. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്നിട്ടുള്ളവരൊക്കെ ചാറ്റ് ബോക്സിൽ അറിയിക്കുക, അതുപോലെ വീഡിയോ മോഡിൽ വരികയും ചെയ്യാം. തിരിച്ചു വന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരിക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ദ യുവർ സൂപ്പർ പവർ. ഇപ്പം ഒരു കൗമാരക്കാരി അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ മുന്നിലുള്ള പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോകൂലേ? നമ്മൾ പലതിലേക്കും നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആസ് എ ടീനേജർ എന്നുള്ള രീതിയിൽ ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ ഏതിലേക്കാണ് വേണ്ടത്, നിങ്ങൾ എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ ഇപ്പൊ കൂടുതലായിട്ടും എവിടെയാണ് ഉള്ളത്? നിങ്ങളുടെ പഠനപരമായി സംബന്ധിച്ച വിഷയങ്ങളിലാണോ? അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളിലാണോ? ഭാവിയിലേക്ക് നേടാനുള്ള ലക്ഷ്യങ്ങളിലാണോ നിങ്ങൾക്ക് ശ്രദ്ധ ഉള്ളത്? അതോ ഒന്നുമില്ലാതെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ എന്തോ ഒരു ഹാൻഡ് ഇങ്ങനെ നടക്കുകയാണോ? എന്താണ് ഇപ്പൊ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്താണ്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെൽഫിനോട് തന്നെ ചോദിക്കുക, ഞാനിപ്പം എവിടെയാണ് ഉള്ളത്? ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നത്, ഞാനൊരു വിദ്യാർത്ഥിയാണ് അല്ലെ? നിങ്ങളൊരു കൗമാരക്കാരിയാണ്, കൗമാരക്കാരനാണ് എന്ന് പറയുമ്പോഴും നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെ? നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ലാബലിലാണ് നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലും ആസ് എ ടീനേജർ എന്നുള്ള രീതിയിലും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ എവിടെയാണ് ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഇല്ലാത്തവര് പറയാം. ഓക്കെ, എവിടെയാണ് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാര്യമായിട്ട് സ്റ്റഡീസ് ആണ്. ഓക്കെ 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 അപ്പം നമ്മളൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, നമ്മള് പഠിക്കുന്നുണ്ട്, നമ്മുടെ സമയം ഒരുപാട് വിദ്യാലയങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്നതാണ് ഉദ്ദേശിച്ചത്. അതല്ല, ഓക്കെ, ഞാൻ മനസ്സുകൊണ്ടും ഇപ്പം പഠനത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. നമ്മള് ഓക്കെ വിദ്യാർത്ഥിയാണ്, അപ്പം സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്, കൂടുതൽ സമയം സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഓക്കെ ഞാനിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് എന്നാണ് പറയുന്നത്. അതല്ല, ഞാൻ കൂടുതൽ എന്റെ മനസ്സുമായിട്ട് ഞാൻ കൂടുതൽ അടുപ്പമുള്ളത് സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ്, അതല്ല സോഷ്യൽ മീഡിയയിലാണ്. കാരണം
നമ്മൾ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയങ്ങളിലൊക്കെയും എനിക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ വീഡിയോസ്, എന്റെ ഫോട്ടോസ്, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചിന്തകളിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതല്ല നമ്മുടേതായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സമയങ്ങളുണ്ടല്ലോ ഒരുപാട്. ആ സമയങ്ങളിൽ ഞാൻ എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എനിക്ക്, അതായത് ഇപ്പൊ നമ്മള് ലക്ഷ്യങ്ങളെ കുറിച്ച്, നമ്മൾ ലക്ഷ്യങ്ങൾ നേടുന്നതിനെ കുറിച്ചിട്ടും ലക്ഷ്യങ്ങളിലേക്ക് എത്തപ്പെടുന്നതിനെ കുറിച്ചിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മള് സ്വപ്നങ്ങൾ കാണുക, വിഷൻ ബോർഡ്, അതുപോലെ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വന്ന് നമ്മൾ നയിക്കുന്ന നമ്മുടെ എക്സസൈസുകള്, മെഡിറ്റേഷന്, ജേർണലിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ നമ്മൾ അത്തരം കാര്യങ്ങളിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നമ്മുടെ സ്വയത്തോട് തന്നെ ഒന്ന് ചോദിക്കുക. സോ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ടോണി റോബിൻസ് പറയുന്നുണ്ട്, വേർ യു ഫോക്കസ് ഗോസ് യുവർ എനർജി ഫ്ലോസ് എന്നുള്ളത്. നമ്മൾ എവിടേക്കാണോ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നമ്മളുടെ എനർജിയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കും നമ്മളുടെ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെയാണ് ബോധേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ഇന്നത്തെ ട്രെൻഡിങ്ങിലുള്ള റീൽസ് എങ്ങനെയാണ്, ഇന്നിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന സോങ്സ് എങ്ങനത്താണ് എന്നുള്ളതിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും അത്തരം സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും, അത്തരം ചിന്തകൾക്കായിരിക്കും, അത്തരം ഡിസ്കഷനിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ സെൽഫിന്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ആസ് എ ടീനേജർ എന്നുള്ള രീതിയിൽ, ആസ് എ സൂപ്പർ ഗേൾ, സൂപ്പർ ബോയ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിലേക്കും, അതുപോലെ ഇപ്പം ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ പഠനങ്ങളിലേക്കുമാണ് നമ്മുടെ ഫോക്കസിനെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. സോ ഞാൻ ഒന്നും കൂടെ ചോദിക്കാണ്, എവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ ഉള്ളത്? അവിടെയാണ് നിങ്ങളുടെ ശക്തി ഉണ്ടാവുക. സോ അഗെയിൻ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഒരു ദിവസം കടന്നു പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങളുടെ ഒരു ദിവസം കടന്നു പോകാറുള്ളത്? നിങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റു പിന്നെ നൈറ്റിൽ നമ്മൾ ഉറങ്ങുന്നത് വരെ എവിടേക്കാണ് നിങ്ങളുടെ കൂടുതൽ ചിന്തകളും നിങ്ങളുടെ എഫേർട്ടുകളും പോകാറുള്ളത്? സോഷ്യൽ മീഡിയ ഓർ സെൽഫ് ഗ്രോത്ത്? ഇതിലേതിലേക്കാണ്? ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പാഡിൽ ഒന്ന് കുറിച്ചിടുക, എവിടേക്കാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ശ്രദ്ധ പോവാറുള്ളത്? സോഷ്യൽ മീഡിയയിലേക്കാണോ, അതല്ല സെൽഫ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്കാണോ? ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് ഗ്രോത്ത് എന്നുള്ളത്, അല്ലെ? നമ്മുടെ സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അഫ്ലഹ പറയുന്നു ബോത്ത്, രണ്ടിലേക്കുമാണ് നമ്മുടെ ഇത് പോകുന്നത് എന്നുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ, ഇന്നത്തെ ആൽഫ സ്റ്റേജിൽ നമ്മൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ സ്റ്റുഡൻസും പഠിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക്, നമ്മുടെ സെൽഫ് ഗോളിലേക്ക്, സെൽഫ് ഗ്രോത്തിലേക്ക്, നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ എനർജിയെ കൊടുക്കുക എന്നുള്ളത് കുറഞ്ഞു വരും. അപ്പം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, നമ്മുടെ സ്വപ്നങ്ങളെ ബാധിക്കും, നമ്മുടെ കരിയറിനെ ബാധിക്കും. നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പഠനപരമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് എനർജിയെ ഫ്ലോ ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൽഫിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കുന്നുണ്ടോ, എന്തെങ്കിലും ഗ്രോത്ത് നമ്മുടെ സെൽഫിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഞാനൊരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്ക് തരികയാണ്, ഫോക്കസ് മീറ്റർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കാതെയോ, ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കുക. സോ അതിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഞാൻ പറയുന്ന ആ ഒരു ഇതിനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതായത് വേർ ഇസ് മോസ്റ്റ് ഓഫ് യുവർ എനർജി ഗോസ് എന്നുള്ളത്. അതില് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒന്ന് ഡ്രീംസ്, ഒന്ന് സോഷ്യൽ മീഡിയ, ഹെൽത്ത്,
സ്റ്റഡീസ്, ഫാമിലി, ഫ്രണ്ട്സ്, others. നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഒരു ഡയഗ്രാം നിങ്ങൾ വരക്കുക. മനസ്സിലായോ? മനസ്സിലായോ? ഒരു സർക്കിൾ വരക്കുക, എന്നിട്ട് അതിലിങ്ങനെ ആഡ് ചെയ്യുക. ഡ്രീംസിന് എത്ര പെർസെന്റേജ് കൊടുക്കും, അതുപോലെ നിങ്ങളുടെ ഫാമിലീസിന് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് പരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ others, ഇതിൽ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ. ഓക്കെ, അപ്പം എന്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി അതാണ്. സോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫ് ഇപ്പം ഏത് പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ്. ഡ്രീംസ്, ഹെൽത്ത്, സോഷ്യൽ മീഡിയ, സ്റ്റഡീസ്, ഫാമിലി, ഫ്രണ്ട്സ്, others. ചെയ്തോ? ചെയ്തു കഴിഞ്ഞാൽ ഡൺ എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ഓക്കെ, ഡൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡയഗ്രാം നമ്മള് ഗ്രൂപ്പ്സിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിലേക്കാണ് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, then why we lost focus? എന്തുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ് കുറയുന്നത്, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാതെ? നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ബട്ട് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫുമായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്നിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത് നമ്മുടെ മൊബൈൽ ഫോണാണ്, അല്ലേ? നമ്മൾ ചിലപ്പം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സെൽഫിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, നമ്മളുടെ ഹൈ എനർജിയിലേക്ക് നമുക്ക് എത്തണം, നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ നമുക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിലൊരു വില്ലനായി വരുന്നത് മൊബൈൽ ഫോണാണ്. പിന്നെ വരുന്നത് ലോ ഓഫ് മോട്ടിവേഷന്റെ കുറവ് കാരണവും നമുക്ക് നമ്മളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. പിന്നെ വരുന്നത് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഇല്ലാത്തത്. നമുക്കറിയാം നമ്മളെ കൂട്ടത്തിൽ തന്നെ പല ഇപ്പം ഇവിടെ ഇരിക്കുന്നവരല്ല, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരുപാട് ആളുകൾ ഇന്ന് ഗോൾസ് ഇല്ലാതെ, വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഏതോ ഒരു ഹാലിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവര് മുന്നോട്ട് നയിക്കുന്നത് സോഷ്യൽ മീഡിയ, റീൽസ്, ചാറ്റിങ്, പിന്നെ കുറച്ച് വൈബ്രേഷന്, ഫ്രണ്ട്സുമായിട്ടുള്ള കുറച്ച് വൈബ്, ഇന്നത്തെ മോഡേൺ ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രധാരണം, ഇത്തരം കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ പല കൗമാരക്കാരെയും മുന്നോട്ട് നയിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രണയവും അല്ലെങ്കിൽ മറ്റു പല അഡിക്ഷനും. ഇത്തരം കാര്യങ്ങളാണ് പല കൗമാരക്കാരായ കുട്ടികളെയും അല്ലെങ്കിൽ പല മനുഷ്യന്മാരെയും മുന്നോട്ട് നയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. സോ അവർക്ക് മോട്ടിവേഷന്റെ കുറവാണ്, അല്ലെങ്കിൽ ലോ ഓഫ് ഗോൾസിന്റെ ക്ലിയർ ആയിട്ട് അവർക്ക് ഗോൾസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. നല്ലൊരു ടീനേജറെ സംബന്ധിച്ച് ആ ഒരു ടീനേജർക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും ജീവിതത്തില്. അതേപോലെ അവർക്ക് അവര് വ്യക്തമായിട്ടുള്ള ഗോൾസ് ഉള്ള ആളുകൾക്ക് എപ്പോഴും മോട്ടിവേഷൻസ് കീപ്പ് ചെയ്യാൻ കഴിയും. പല ആളുകളിൽ നിന്നിട്ട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമുക്ക്
എപ്പോഴാണോ മോട്ടിവേഷൻസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പം നമുക്കത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നിട്ട് സീക്ക് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഗോൾസ് ഉള്ള ആളുകൾക്ക്. സോ ഇവിടെ ഇരിക്കുന്ന ഓരോ ടീനേജർക്കും തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ഗോൾസ് വേണം. അത് നമ്മൾ പക്കായിട്ട് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്ത് വെക്കണം. നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമ്മൾ ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാണ്, ഷോർട്ട് ടേം ഗോൾസ് എന്തൊക്കെയാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ജീവിതം നമുക്ക് എങ്ങനെ നമ്മളുടെ സൃഷ്ടാവിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എങ്ങനെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയായി ജനിച്ച് അല്ലെങ്കിൽ ആൺകുട്ടിയായി ജനിച്ച് വെറുതെ ജീവിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിനൊപ്പം ജീവിച്ചിട്ട് അവസാനം എല്ലാവരെയും പോലെ സാധാരണക്കാരനായിട്ട് മരണപ്പെടുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ്. ആ നിയോഗത്തില് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ നിയോഗങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടാവ് ഓരോ നിയോഗത്തോടു കൂടി ഓരോ പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു അടയാളപ്പെടുത്തല് നമുക്ക് ഈ ലോകത്ത് കൊടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന സമയത്ത് ഒരുപാട് നമ്മൾ ചുറ്റിലുള്ള ആളുകൾ ചിരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു അല്ലെ. നമ്മളുടെ കരച്ചിലിലും നമ്മുടെ പുഞ്ചിരിയിലും അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇനി നമ്മൾ കുറച്ചു കാലം ഈ ഒരു അല്ലെങ്കിൽ കുറച്ച് സമയം ഈ ഒരു ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചിട്ട് ഈ ഒരു ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ആരൊക്കെ കരയുന്നുണ്ട്, ആരൊക്കെ ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. ലോകം ചിരിക്കുകയാണോ, സമാധാനം കൊണ്ട് ചിരിക്കുകയാണോ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ഈ ലോകത്ത് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ലോകം കരയുകയാണ്, നമ്മൾ ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സക്സസ് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സംതിങ് എന്തോ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. റോബിൻ ശർമ്മ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഞാൻ മരിക്കുന്ന സമയത്ത് ആര് കരയും എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്ന സമയത്ത് എന്റെ ചുറ്റിലുള്ള ആളുകളൊക്കെ ആഹ്ലാദം പ്രകടിപ്പിച്ചു, അവരെല്ലാം പുഞ്ചിരിച്ചു. പക്ഷെ ഞാൻ മരിക്കുന്ന സമയത്ത് ആര് കരയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അത്തരം ആളുകളെ കരയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ അതായത് നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ ഇവിടുന്ന് വിട പറയുന്ന സമയത്ത് ഈ ലോകം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഫോക്കസ് എവിടേക്കാണ് ലോസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ ലോസ് ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ് മറ്റുള്ളവരുടെ ഇടപെടലുകൾ എന്നുള്ളത്. നമ്മുടെ ചുറ്റിലുള്ള പല ആളുകളുടെയും പല രീതിയിലുള്ള ഇടപെടലുകളും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നിന്നിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളാവാം നമുക്ക് വേണ്ട നമ്മുടെ സെൽഫ് ഗ്രോത്തുമായി ബന്ധപ്പെട്ടതിൽ നിന്നിട്ട് നമ്മളെ ബാക്കോട്ട് വലിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഇതിലേതൊക്കെയാണ് ഇപ്പം പിടികൂടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. Then what is truly best? ശരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ലോങ് ടേം വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്തി ആൻഡ് എംപവർ ആക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് 30 minutes റീഡിങ് ഓവർ ദ 2 hours സ്ക്രോളിങ്. നിങ്ങൾ ഒരു 2 മണിക്കൂറോളം നിങ്ങൾ ഫോണിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെസ്റ്റ് ആണ് നിങ്ങൾ ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 10 minutes നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, കുറച്ച് സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ബെസ്റ്റ് ആണ്. ഏതിനേക്കാൾ നിങ്ങൾ വെറുതെ സമയം റീൽസ് കണ്ട് സമയം ചെലവഴിക്കുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
സോ മനസ്സിലാക്കുക എന്താണ് എന്നിൽ ട്രൂലി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോർ മീ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ. റൈറ്റ് ഡൗൺ ദ 3 തിങ്സ് ദാറ്റ് ആർ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇപ്പം സമയം ചെലവഴിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നുന്ന 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. മിസ് ഒന്നും കൂടെ ഒന്ന് പറയോ ക്വസ്റ്റ്യന്? ഓക്കെ, നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ന് തോന്നുന്ന, അതായത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന 3 കാര്യങ്ങൾ. റൈറ്റ് ഡൗൺ 3 തിങ്സ് ദാറ്റ് ആർ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നുന്ന, ഇപ്പൊ നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ഇനി ദെൻ നിങ്ങൾ എഴുതുക 3 തിങ്സ് യു ഡു ഡെയിലി ദാറ്റ് ആർ നോട്ട് ദ ബെസ്റ്റ്. നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റ് അല്ല നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള 3 കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റ് അല്ല നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ മെച്ചപ്പെടുത്തലുകളിലേക്കല്ല എത്തിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയോ? അങ്ങനെയാണെങ്കിൽ മാച്ച് ആൻഡ് റീപ്ലേസ്, ഫൈൻഡ് ദ ബെറ്റർ സ്വാപ്സ്. ഇപ്പം നിങ്ങൾ എഴുതിയിട്ടുള്ള 3 കാര്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബെസ്റ്റ് അല്ല എന്ന് തോന്നുന്ന ആ 3 കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട് അല്ലെ, ബെസ്റ്റ് അല്ലാത്ത. ആ ബെസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം? ഫോണ് നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ, ആ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ റീഡിങ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നത്, അങ്ങനെ എന്തും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഓക്കെ, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ട്രെയിനിങ് ടിപ്സ് ഉണ്ട്. ഒരു 5 ടിപ്സോളം ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, നമുക്ക് നമ്മൾ ഫോക്കസ് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, 10 മിനിറ്റ്സ് എങ്കിലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന മെഡിറ്റേഷൻസ് നമുക്ക് ഡെയിലി ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റഡി ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. ഇപ്പം 25/5 എന്നുള്ള ഒരു മെത്തേഡ്, അതായത് 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ദെൻ വീണ്ടും സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജേർണലിംഗ് ഡെയിലി നമ്മൾ ചെയ്യാം. ദെൻ ഫോൺ ഫ്രീ സോൺ എന്നുള്ള ഒരു മെത്തേഡ് കൊണ്ടുവരിക. നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യരുത്? ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. അവിടെ ഫോൺ ഫ്രീ സോൺ ആക്കിയിട്ട് നമ്മൾ
ചെയ്യുക. സോ അവിടുന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. അവിടെ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു സോണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക. നമുക്ക് പ്രൊഡക്റ്റീവ് ആവണമെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ അവിടെ പോയിരിക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് സംതിങ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ ഗോൾസ് എന്നുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസിലേക്ക് നിങ്ങൾ ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സ് ആണ്. ഇപ്പം നമുക്കറിയാം ചില എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ. കൗമാര കാലഘട്ടം വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചിട്ട് അവര് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ലോകത്ത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ നമുക്കറിയാം. മലാല യൂസഫ്സായി, ഗീതാഞ്ജലി റാവോ എന്നൊക്കെ പറയുന്ന ടീൻസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ സ്റ്റോറീസ് നമുക്കറിയാം അല്ലെ. മലാല യൂസഫ്സായി ഒക്കെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ മലയാള യൂസഫായിട്ട് പുസ്തകങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് വായിക്കുക. നമുക്ക് കൂടുതൽ പ്രചോദനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത്തരം പുസ്തകങ്ങളിൽ നിന്നിട്ടും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് ആളുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. അവരുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയിട്ടുള്ളവര് അല്ലെ. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എത്രയോ ആളുകളുണ്ട്. അവരുടെ കഴിവുകൾ ഫോക്കസ് ചെയ്തിട്ട് അവര് ഇപ്പം സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സോ നമുക്കും നമ്മളുടെ ബെസ്റ്റ് ആയിട്ടുള്ളതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ ഇന്നത്തെ നമ്മുടെ അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹേർട്ടിനോട് കൈവച്ചിട്ട് പറയുക. നിങ്ങൾ ഹേർട്ടിനോട് പറയുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യാം. I focus on what truly matters. My attention builds my future. I choose growth every day. I choose growth every day. Okay, once again, I focus on what truly matters. My attention builds my future. I choose growth every day. I choose growth every day. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഈ ഒരു നല്ലൊരു അഫർമേഷനോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് പറയും. പിന്നെ ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഗ്രൂപ്പില് നിങ്ങൾ ആ ഒരു ഡയഗ്രാം ഫോക്കസ് മീറ്റർ ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇന്നത്തെ ഫീഡ്ബാക്ക് ഒന്ന് രണ്ടാളുകൾ ജസ്റ്റ് ഒന്ന് പറയാം. സെഷൻ അടിപൊളിയായിരുന്നു. ഒരുപാട് റിഫ്രഷ്ഡ് ആയ പോലെ ഫീൽ ചെയ്ത്. ഇന്നത്തെ ഒരു രാവിലെ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടി അൽഹംദുലില്ലാ. പിന്നെ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളാണെങ്കിലും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ വർക്ക് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ ഈ ഒരു നല്ല മോർണിംഗ് നല്ലൊരു വൈബ്രേഷനോട് കൂടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ഗോൾസിലേക്ക്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാനും അതുപോലെ അതിലേക്കുള്ള ഓരോ ബേബി സ്റ്റെപ്പുകൾ എടുക്കാനും സാധിക്കട്ടെ. വെരി വെരി ഓൾ ദ ബെസ്റ്റ്. അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സ്മൈൽ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കി കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ കളർഫുൾ ആക്കുക. സോ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ വെളിച്ചം എത്തട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോരുത്തരുടെയും വെളിച്ചം ഈ ലോകത്തിന് വെളിച്ചമേകാൻ, പ്രകാശമേകാൻ പാകത്തിനുള്ളതായി മാറട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് അസ്സലാമു അലൈക്കും. ബൈ. See you again next Monday. Sorry, next Sunday.